ഗായ്സ് അങ്ങനെ നമ്മള് കാലം കൂടിയിട്ട് പിന്നെയും വ്ളോഗിൽ വന്നോ. കണ്ടം പൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ അച്ഛനാകെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. ഇതില് ഞാൻ ഡീൽ വെച്ചോട് ഗായ്സ്. ഞാൻ പിടിക്കണ മീനൊക്കെ അഫ്സല് പിടിക്കണ മീനൊക്കെ എനിക്ക് അഫ്സല് ഡീലാക്കിണ്ട്. ഇന്ന് കൊറേ മീൻ കിട്ടും അല്ലേ? അങ്ങനെ തന്നെയല്ലേ? വണ്ടി സാട്ടൻ ഇങ്ങനെ വരുന്നുണ്ട്. മീൻ കിട്ടിയാ മതിയായിരുന്നു. കാലുമ്പോ കെട്ടൊക്കെ ഉണ്ട് ഗായ്സ്. പക്ഷെ മീൻ കിട്ടിയ ടൗസർ ചെടി ഒരു ഊരി അതിലിറങ്ങി ഓടും. നീർക്കോലൊക്കെ ഉണ്ട്. കൊറേ കാലം ഇങ്ങനെയൊക്കെ മീൻ പിടിച്ചിട്ടോ. ഇങ്ങനെ മീൻ കിട്ടുകയാണെങ്കിലോ അത് കമ്പിമ്പോ കൊടുത്തിട്ട് ചുടുന്ന വീഡിയോ ഒക്കെ എടുക്കും. പക്ഷെ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ വെള്ളം ചാടണ ഏരിയല്ലേ ചക്കം. മക്കളെ വിചാരിച്ച മാതിരിയല്ല. മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടേ ഇപ്പൊ നല്ല ഐഡിയ ആയിക്കണു. ഇവിടെ കനാലിന്റെ ഭാഗമാണ് ഈ ഏരിയയിൽ മീൻ കൂടുതൽ ഉണ്ടാവുന്നത്. ഓ, ഞാനൊക്കെ മറന്നുകൂടാ വിദ്യകള്. ഞാൻ മീൻ പിടുത്തം നിർത്തിയപ്പോ അഫ്സലൊക്കെ മീൻ പിടുത്തം തുടങ്ങി. എന്താ ചെയ്യാ? നമുക്ക് കാര്യങ്ങൾ കാണാം. കൂടെ പഠിച്ചു നടക്കണ തെണ്ടിയാ. എന്നിട്ട് ഇന്റെ അക്കൗണ്ട് നേരെ ഫോളോ ചെയ്തിട്ടില്ലാന്ന്. എന്താ അവനൊക്കെ പറയണ്ടെന്ന് ആലോചിച്ചോണേ. ചെക്കൻ ആദ്യം മീൻ കിട്ടി ഗായ്സ്. അടിക്കല്ലേ എന്റെ ചളിയില് ആ അതന്നെ ആ കട്ടേര കൊടുക്കാന്ന്. ചെക്കൻ പിടിച്ചു. അങ്ങനെ ചെക്കൻ ആദ്യം കണ്ണനെ പിടിച്ച് ഉദ്ഘാടനം കാഴ്ചയിരിക്കുന്നു. നമ്മുടെ വീട്ടില് കണ്ണന് വലിയ കണ്ണന്മാർക്കേ ചെറിയ മീനുകൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ ഇവിടെ കുപ്പി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പിടിച്ചു തരുമല്ലോ. ഏത് മീൻ കിട്ടോ കുഴപ്പമില്ലാത്തൊരു കണ്ണനെ കിട്ടിയ പിന്നെ ചെക്കന് പിന്നെ ഒരു സിന്നത് കടച്ചു. ചെറിയൊരു കണോട്ടി വേണ്ടി പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞെടുത്തൊരെണ്ണം പിടിച്ചവൻ ഏതോ സാധനം അറിയോ? ശരിയാണ് സാധനം. അങ്ങനെ ഇവനും പിടിച്ചു. അപ്പൊ എനക്ക് വേണ്ടേ? ആകെ 3 കിട്ടിയുള്ളൂ. ഉള്ളത് വെച്ച് മീൻ കുട്ടികൾ തിന്നട്ടെ. അപ്പൊ നമ്മുടെ മെച്ചിലി കൊടുത്താൽ കഴിഞ്ഞു. ചെക്കനെ കൊണ്ട് പറ്റണത് ചെക്കൻ ചെയ്തത്. അവനക്കൊരു വെള്ളം പറ്റുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. അപ്പൊ അതൊന്നും വേണ്ടാറോ. അപ്പൊ മുത്തുമണിയിൽ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ അടുത്ത പരിപാടികളായിട്ട് വരുമ്പോഴേക്കും വണക്കം.